പ്രതി ചന്ദ്രശേഖരൻ പുറത്തിറങ്ങിയപ്പോൾ കോടതിയിൽ തിങ്ങിക്കൂടിയ ആളുകളുടെ രോക്ഷമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഈ കേസിലെ പൂർണ്ണമായ വിജയി അഡ്വക്കേറ്റ് ആരതി വർമ്മയാണ്. വരൂ. കൺഗ്രാറ്റ്സ് മാഡം. താങ്ക് യു. കോടതി വിധി എങ്ങനെ നോക്കിക്കാണുന്നു? കോടതി വിധിയെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് വരുണനെയും രാധികയെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോ അവരോട് ക്രൂരമായ ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തില് നിങ്ങളുടെ ടീമും ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? അന്ന് ഇവരുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ കേട്ട് വിരളി പിടിച്ച ആളുകൾ, ഇവര് കുറ്റവാളികളാണെന്ന് ചാനൽ ചർച്ചയിൽ വരെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു. ഒരു ക്രൈം നടന്ന കുറ്റവാളികൾ ആരാണെന്ന് വിധിക്കാനുള്ള അവകാശം മീഡിയാസിനില്ല. പക്ഷെ പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും അവർക്ക് വേണ്ടി മറ്റൊരു കൂട്ടരെ വിചാരണ ചെയ്യുകയാണ്. ആ ശീലം മാറ്റണം. ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യാം, പക്ഷെ പോലീസിന്റെ അന്വേഷണം തീരുന്നതിന് മുൻപോ കോടതിയുടെ വിധി വരുന്നതിന് മുൻപോ നിങ്ങൾ വിധികർത്താക്കളാവരുത്. വരുണൻ രാധിക അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്ക് നിങ്ങൾ മീഡിയാസിന് എന്തെങ്കിലും പറയാനുണ്ടോ? മാഡം, ഞങ്ങൾക്ക് ഇവരോട് സോറി പറയാനേ പറ്റൂ. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വരുണും രാധികയും ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. എല്ലാ മീഡിയാസിനും വേണ്ടി ക്ഷമ പറയുക എന്നത് ഒരു ദൗത്യമായി തന്നെ ഞാൻ കാണുന്നു. മാഡം, ഇതിനെക്കുറിച്ച് ഇനി എന്താ പറയാനുള്ളത്? പ്ലീസ്, ഇനി മതി. സോ വരുൺ, ഈ കേസിന്റെ കാര്യത്തിൽ എന്റെ ഡ്യൂട്ടി പൂർത്തിയായി. താങ്ക് യു മാം. ഒരുപക്ഷെ മാം വന്നില്ലായിരുന്നെങ്കിൽ അവരുണ്ടാക്കി വെച്ച കെണിയില് ഞങ്ങൾ അകപ്പെട്ടു പോയ. ഈ കുറ്റത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്നത്, ദേ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് എല്ലാത്തിനും കാരണം ചേച്ചിയാ. ചേച്ചി ചെയ്ത കാര്യമാകുമ്പോ ഡ്യൂട്ടി എന്ന് പറയണ്ട, ഉത്തരവാദിത്വമാണ്. അനുജത്തിക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം. മേഡം കൂടെ കൂടെ രാധിക അനിയത്തി എന്ന് വിളിക്കുന്നു. അത് അനുജത്തി എന്ന് പറഞ്ഞ അനുജത്തി തന്നെ. ഓ, അതൊക്കെ കുറെ കഴിയുമ്പോ വരുണിന് ബോധ്യപ്പെടും. ഇപ്പൊ രണ്ടാളും ഹാപ്പി ആയിട്ട് പോയി ജീവിക്കാൻ നോക്ക്.